My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ആദ്യം തന്നെ ഐ എം റിയലി സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റ് ഫോർ മൈ വീഡിയോസ്. കുറച്ച് തിരക്കിലായിരുന്നു. അടുത്ത ആഴ്ച ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് കുറച്ച് തിരക്കാവുന്നത്. ഐ എം റിയലി സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റ്. ഗസ് ദ പ്ലേസ്, ഞാൻ എവിടെയാണ് പോകുന്നത്. ഓക്കെ, സോ ആരാണോ കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നത് ഐ ഗിവ് യു എ സർപ്രൈസ്. ആൻഡ് അഗെയിൻ ഇതെൻ്റെ അനദർ സോളോ ട്രിപ്പാണ്. സോ കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്ന ആൾക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാം. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ എവിടെയാണ് നിങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തൊക്കെ എനർജറ്റിക്കൽ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നത് ആൻഡ് വേർ ആർ യു റൈറ്റ് നൗ. നോക്കാം എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പവർന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആൻഡ് എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്. നമുക്ക് നോക്കാം. കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഓക്കെ, മെറ്റീരിയൽ ഹാർവെസ്റ്റ്. ഓക്കെ, സോ ടെൽ മീ, എന്തൊക്കെയാണ് നിങ്ങൾ ഡ്രീം ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്, ഓർ എന്തൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്പേസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളെന്ന വ്യക്തിയിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. ആൻഡ് മെയിൻലി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയൊരു ഡിസയർ ഉണ്ടാവുന്നുണ്ട്, ഓർ എന്തൊക്കെയൊരു കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള പ്ലാനിങ്സ് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? ഓർ വാങ്ങിക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം. സോ എന്തൊക്കെയോ ഒരു കാര്യം നിങ്ങളിങ്ങനെ ഒരുക്കി വെക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ടെൽ മീ, ലൈക്ക് നിങ്ങൾ എന്താണ് അങ്ങനെ വാങ്ങിക്കാൻ പോകുന്നത്. അത് മേ ബി ലൈക്ക് എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളായിരിക്കാം, പ്രോപ്പർട്ടി ആയിരിക്കാം. ഓക്കെ, ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉള്ളൊരു കൺഫർമേഷൻ ആണ്. ഓക്കെ, സോ വെരി സൂൺ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ സ്പേസ് കുറെ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ചില കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, സേവിങ്സ് വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ആൻഡ് ടെൽ മീ, നിങ്ങൾ എത്ര ആളുകൾ സേവിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സേവിംഗ് പ്ലാനിങ്, ഓർ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. സോ നിങ്ങളുടെ ആ ഒരു ഇൻകത്തിൽ അതുപോലത്തെ മാറ്റങ്ങൾ വരുന്നതായിരിക്കാം, റൈറ്റ്? ആൻഡ് നിങ്ങൾ കൊടുത്തതിന്, നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന് പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള വലിയൊരു കൺഫർമേഷൻ അതാണ്. നിങ്ങളുടെ ജോബോ നിങ്ങളുടെ പാഷനോ എന്തോ ഒരു കാര്യം നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ട്, ആൻഡ് അവിടുന്ന് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ഉണ്ടാവുന്നുണ്ട്, ഫൈനാൻഷ്യൽ റിട്ടേൺ. ഓക്കെ, സോ സാമ്പത്തികപരമായിട്ടുള്ള സോഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, സോ എക്സ്പെക്ട് ചെയ്യാത്ത പ്ലേസിൽ നിന്നൊക്കെ ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവസരത്തിനേക്കാൾ കൂടുതൽ ക്യാഷ് നിങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, മണി നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യാണ്. സോ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ എയിം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഡ്രീംസ് ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? പക്ഷെ ഈ ഒരു സമയത്ത് അതിന്റെ ചെറിയ ചെറിയ സോഴ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വലിയൊരു എമൗണ്ട് ആയിരിക്കാം ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ബട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ, എവിടുന്നെങ്കിലും ക്യാഷ് നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗൈസ് യു ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൈൻ ആണ് ചില കാര്യങ്ങൾ, ചില സോഴ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ബെറ്റർ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ ഓൾറെഡി അങ്ങനത്തെ ഒരു മാറ്റത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്പേസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആവുന്നുണ്ട്. സോ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കാം, ഓർ ബെറ്റർ ആയിട്ടുള്ള റൂമിലേക്ക് മാറുന്നതോ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് മാറുന്നതോ ആയിരിക്കാം. വീട് മാറുന്ന ആളുകളും ഉണ്ടായിരിക്കണം, ഓർ നിങ്ങൾ നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് റീസെന്റ് ഉണ്ടായിട്ടുള്ള ചില മാറ്റത്തിന്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങളും ആയിരിക്കാം. ഓക്കെ, മാറ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വരുന്നതായിരിക്കാം. അത് ചില ആളുകൾക്ക് വേറെ തന്നെ കൺട്രി ആയിരിക്കാം. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് വേണ്ടൊരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പേസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കർമ്മയുടെ ഒരു റിട്ടേൺ ആണ് ഉണ്ടാവുന്നത്. ജോബ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു പാഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹം ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവുകയാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിന്റെയും അതിന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത്
ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ക്ലാഷസ് ഉണ്ടാവുക അല്ലെ. നിങ്ങളുടെ പാർട്ട്ണർ തമ്മിൽ ക്ലാഷസ് ഉണ്ടായിരിക്കുക, പാരന്റ്സ് തമ്മിൽ, നിങ്ങളുടെ കുട്ടികൾ തമ്മിൽ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ബന്ധങ്ങളിൽ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അത് വലിയ രീതിയിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അതിന്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൈൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹാർമണി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു മാറ്റം നിങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതായത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരേ രീതിയിൽ എടുക്കാനും പരസ്പരം പറയുന്ന കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലേസിലേക്ക് നിങ്ങൾ റിലേഷൻഷിപ്പ്, അത് ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, ഏത് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഐക്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ചില പേടികൾ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ. ചില ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ചില ഫിയറിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങളുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഈവൻ നിങ്ങൾ എടുക്കുന്ന ആക്ഷനിൽ നിങ്ങൾക്ക് സ്റ്റിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബ് ആയിക്കോട്ടെ, ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾക്ക് ഒരുപാട് പേടി നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഫിയറോ ആങ്സൈറ്റിയോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആക്ഷനിൽ വളരെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവുക. ഇനീഷ്യലി നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു ജെന്യൂൻ ആക്ഷന് അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന റിട്ടേൺസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ജോബിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഒരു പേടിയുണ്ട്, എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയാത്തതിന്റെ ഒരു പേടിയായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക. എന്തൊക്കെ പേടി ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലേസിലേക്ക് അലോ ചെയ്യരുത്. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് അതിന്റെ ഈ ഒരു ജേണിയുടെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ജേണിയുടെ ഭാഗമായിട്ട് നിങ്ങളെ കൂടെ കൂടിയിട്ടുള്ള ആളുകളായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അത് നിങ്ങളുടെ പേടിയോ ആങ്സൈറ്റിയോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു യാത്രയിൽ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവില്ലേ അല്ലെ. സോ അവര് വരണ്ട, അല്ലെങ്കിൽ പേടി വേണ്ട, ആങ്സൈറ്റി വേണ്ട, എനിക്ക് സന്തോഷം മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അല്ലെ. സോ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമുക്ക് എത്ര ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നമുക്ക് ഒരു ആങ്സൈറ്റി തരാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ഫിയർ തരാൻ വേണ്ടിയിട്ട്. സോ അത് ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിന് നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഓക്കെ, അത് ഡീൽ ചെയ്യുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങളുടെ രീതിയിൽ വളച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്, മെരുക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നിങ്ങൾ ഈ ഒരു ടൈമിൽ എന്തിലാണോ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്, എന്ത് മാറ്റാണോ നിങ്ങളുടെ ലൈഫിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് അതിന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ ഒരു സ്ട്രെങ്ത് അതിന് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും കാര്യം ഈ സമയത്ത് പഠിക്കുന്നുണ്ടെങ്കിലോ ഓർ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ, ഓർ ഈവൻ അത് റിലേഷൻഷിപ്പിലാണ് ചില ആളുകൾക്ക്. ഓക്കെ, ബിക്കോസ് രണ്ട് പാർട്ട്നേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം ഓർ സംവൺ. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മെയിൻലി അത് നിങ്ങളുടെ പാർട്ട്ണറാണ്, ലൈഫ് പാർട്ട്ണർ. ഓക്കെ, ഹസ്ബൻഡ് ഓർ വൈഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വരേണ്ട ഒരു പേഴ്സൺ ആയിരിക്കാം. സോ അവരുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിന്റെ ചില സിറ്റുവേഷനിൽ അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഗെയിൻ റിലേഷൻഷിപ്പിൽ ചില ആളുകൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഫിയറോ ഉണ്ടെങ്കിലും നിങ്ങൾ അഗെയിൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാം. ഓൾറൈറ്റ്, സോ അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു റിട്ടേൺ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം, നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടായിരിക്കാം, ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ആ ഒരു കാര്യത്തിനാണ്, അല്ലെ. അത് ലൈഫിലെ എന്ത് സിറ്റുവേഷനും ആയിരിക്കാം, നിങ്ങൾക്ക് ആ ഒരു നിലനിൽപ്പ് വേണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നത്. ഗൈസ്, അത് ചില ആളുകൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കൊടുക്കുന്ന ഒരു ആക്ഷൻ എത്രമാത്രം നിങ്ങൾക്ക് റൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വീണ്ടും കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിറ്റുവേഷൻ എന്ന് മാത്രം എന്നുള്ളതല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന സമയത്ത് ആരാണോ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ടൈമിൽ വരുന്നത്, ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൂടെ നിങ്ങൾ പോവേണ്ടതായിട്ടുണ്ട് വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ. ഓക്കെ, ഓർ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആങ്സൈറ്റിയോ ഫിയറോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു അഷ്വറൻസ് ആണ്. അതിൽ മാറ്റങ്ങൾ സംഭവിക്കും, നിങ്ങൾ വീണ്ടും സംസാരിക്കും, നിങ്ങൾ വീണ്ടും കാണും, നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഹാർമണി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യും, വീണ്ടും റീകണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് സെപ്പറേഷനിലൂടെയോ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ മനസ്സിലാക്കുക, അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഈ ഒരു തടസ്സം അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങൾ ഓവർകം ചെയ്യും. ഇപ്പൊ എന്ത് അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ പേടിപ്പിക്കുന്നത് ഓർ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത്, ഈ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓവർകം ചെയ്യും. സോ ഇന്നത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് ഇത് എന്താണ്, ഈ ഒരു ലൈഫ് എന്താണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, സിറ്റുവേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഓർ ഈ സമയത്ത് നിങ്ങൾ എന്താലോചിച്ചിട്ടാണോ പ്രയാസപ്പെടുന്നത്, നിങ്ങൾ ആകെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുക, അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓൾറൈറ്റ്, സോ ബിക്കോസ് സിറ്റുവേഷനിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു ഇമോഷൻസ് ആണ്. സോ ആ ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ആ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ഇമോഷണൽ സ്ട്രെങ്ത് ആണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നേടിയെടുക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണോ പോകുന്നത്, അത് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾക്കുള്ള ഒരു അഷ്വറൻസ് ആണ്. ലൈക്ക് യു ആർ നോട്ട് അലോൺ ദെയർ. ഓക്കെ, നിങ്ങൾ അവിടെ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓർ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വെയിറ്റ് ചെയ്യൂ അല്ലെങ്കിൽ വർക്ക് ചെയ്യൂ എന്നുള്ള ആ ഒരു അഷ്വറൻസ് തരാണ്. ഓക്കെ, നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ അവിടെ സേഫ് ആണ് എന്നുള്ള ഒരു അഷ്വറൻസ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇവിടെ നിങ്ങളുടെ ആക്ഷൻസ്, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ആക്ഷൻസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ സെന്റിമെന്റൽ ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. പേടിച്ചിട്ടൊരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേടി നിങ്ങളെ കൺട്രോൾ ചെയ്യാനേ പോവുള്ളൂ. സോ അതൊക്കെ ഉണ്ടാവും, ആങ്സൈറ്റി, ഫിയർ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു സൈഡോട്ട് മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ എൻഗേജ്ഡ് ആവുക. ഞാൻ പ്രവൃത്തി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്തിലാണോ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. ബിക്കോസ് ഈ ഒരു ടൈമിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് എന്ത് സാധിക്കും എന്ത് സാധിക്കില്ല, ഓർ ലൈക്ക് എന്താണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്വയം ഫീഡ് ചെയ്യുന്നത്, അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്നത്, ലിമിറ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ജോബൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു എയിം ഉണ്ട്, നിങ്ങൾ ഈ ഒരു ടൈമിൽ എന്തൊക്കെയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്യൂച്ചർ എന്താവും, അതിന്റെ എങ്ങനെ വരും, അത് സക്സസ് ആവുമോ, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ടൈമിൽ കൊടുക്കുക. ഇത് നിങ്ങൾക്കുള്ള ഒരു അഷ്വറൻസ് ആണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഹോപ്പാണ് വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ ദൃഷ്ടി മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു ടൈമിൽ വേറെ ആളുകളെ ശ്രദ്ധിക്കരുത്. ഓക്കെ, സോ സീക്രട്ട് ആയിട്ട് ആരെങ്കിലും സീക്രട്ട് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. അത് ഈവൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളായിക്കോട്ടെ, നിങ്ങൾ മറ്റുള്ള ആളുകളെ വളരെ ഇങ്ങനെ സ്നീക്കി ആയിട്ട് നോക്കരുത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ലൈക്ക് ദിസ്.
ഓൾറൈറ്റ്, മറ്റുള്ള ആളുകൾ നോക്കി സങ്കടമോ ജലസോ അതൊന്നും വരേണ്ട ഒരു ടൈം അല്ല ഈ ഒരു ടൈമിൽ. ഈ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ആക്ഷനിൽ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത പല ഏരിയാസിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. സോ ഇത് നിങ്ങൾക്കുള്ള ഒരു അഷ്യൂറൻസ് ആണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തോ സ്ട്രഗിൾ ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ലൈഫ് എന്താവും എന്നറിയാത്തൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് ഹിയർ ടു മോട്ടിവേറ്റ് യു. ഓക്കെ, ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ അല്ല. ദിസ് ഇസ് ദ റീഡിംഗ് ഫോർ യു, ഇസ് എ ഡിവൈൻ കൺഫർമേഷൻ ഫോർ യു, ഓർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. എന്താണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ചലഞ്ച് ആയിട്ട് നിൽക്കുന്നത്, ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്? ട്രൈ ടു ഫേസ് ഇറ്റ്. ഓക്കെ, ആ ഒരു പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഫേസ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കുന്ന പോലെ നായിക്കൊള്ളണം എന്നില്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ എന്താണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ അവിടെ റീകണക്ട് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇമോഷണൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ. സോ അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, ഫോക്കസ് ഓൺ യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, സോ അത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. ഫോക്കസ് ഓൺ യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓവർകം ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ കമോൺ ഗൈസ്, സോ നിങ്ങളുടെ ആക്ഷനിൽ, പ്രവൃത്തിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനറിയാം എങ്ങനെ സംഭവിക്കണം എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ എൻഗേജ്ഡ് ആവുക. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.